മക്കളെ ചക്കര എവിടെ? അതിന്റെ ചക്കര എവിടെ? 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 ഇവിടെ മുമ്പേ ഇരിക്കുന്ന ഇത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂരേക്ക് പോകുന്ന റോഡാണ്. KSRTC ബസ് ടെർമിനലും റെയിൽവേ സ്റ്റേഷനും മുഖാമുഖമായി സ്ഥിതി ചെയ്യുന്ന തമ്പാനൂർ. തൊട്ട് വലതുവശത്തായി കാണാം ആദ്യമായി ആരംഭിച്ച സ്കൂളാണ് ശ്രീമൂലവിലാസ സ്കൂൾ, SMVS സ്കൂൾ. അവരുടെ മാസത്തിലൊരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ്. 1865 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1869 നിർമ്മാണം പൂർത്തിയായ ഈ ദർബാർ ഹാളിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവു. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് തൊട്ട് ഇടതുവശത്തായി. രാഷ്ട്രപതി KR നാരായണനും ചിത്രകലാകാരനായ രാജാ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിമകൾ പഠിച്ചിറങ്ങിയ കേരള യൂണിവേഴ്സിറ്റി കോളേജ്. തൊട്ടുമുന്നിൽ വലതുവശത്തായി കടന്നു വരുന്നു സാഫല്യം കോംപ്ലക്സ്. ഇത് തിരുവനന്തപുരപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ഇതിന് തൊട്ടുപിറകിലായി ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനാലയം ഒരുമിക്കുന്ന ഏക സ്ഥലമാണ് പാളയം. അതുകൊണ്ട് തന്നെ പാളയത്തെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാളയം എന്നാണ് അറിയപ്പെടുന്നത്. ഇടതുവശത്തായിട്ട് രക്തസാക്ഷി മണ്ഡപം കടന്നുവശത്തായി കാണാം. നമ്മുടെ സിനിമകളൊക്കെ ഉണ്ടാകുന്നതിന് പേര് ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. അസംബ്ലി നമ്മുടെ MLA-മാരൊക്കെ ബജറ്റ് സമ്മേളനമൊക്കെ കൂടുന്ന നിയമസഭാ മന്ദിരം 1900 മ്യൂസിയത്തെ വേറൊരു പേരിൽ അറിയപ്പെടും. ആർക്കെങ്കിലും പറയാമോ? തിരുവനന്തപുരത്തിലെ മേയർക്കാണ് വലതുവശമായി കാണുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഒബ്സർവേറ്ററി ഹിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാന നിരീക്ഷണമൊക്കെ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. ഇടതുവശത്തായിട്ട് കനകക്കുന്ന് കൊട്ടാരം, തിരുവിതാംകൂർ രാജകൊട്ടാരം. വള്ളികളും മരച്ചിലകളും താഴ്ന്നു വരുന്നുണ്ട്.